202 കിലോമീറ്റർ ഇപ്പോൾ ഫുൾ ടാങ്ക് ഒക്കെ മാറി റിസർവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 20 മൈലേജാണ് നമുക്ക് 1 ലിറ്ററിന് കിട്ടിയിട്ടുള്ളത്. സബാഷ്, കൊള്ളാം. പിന്നെ ബെൻഡ് ടൈപ്പും കൂടെ മാറ്റണമെന്നുണ്ട്. കോഡ് 6 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർസെപ്റ്റർ GT ഹാൻഡിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അധിക വീഡിയോസ് ഒന്നും നിങ്ങൾ മുമ്പിൽ എത്തിച്ചിട്ടില്ല. കാരണം GoPro ഒന്നും ഇല്ലാത്തതുകൊണ്ട് റൈഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കിട്ടാറില്ല. നമുക്ക് കാണാൻ കുറച്ച് രസം ആ ഒരു ഹാൻഡിലിൻ്റെ വിഷ്വലായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹാൻഡിലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൻ്റെ എങ്ങനെയാണ് ഓട്ടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ചെറിയൊരു തീരുമാനം എടുത്ത് അത് നിങ്ങളുടെ കൂടെ അഭിപ്രായം നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് തുടങ്ങാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും വീഡിയോയിലോട്ടോ. ഇപ്പോൾ ഒരു 10-100 ഇൻട്രോയ്ക്ക് ശേഷം ഞാൻ എന്താ വണ്ടി കാണിക്കുകയാണ്. ഞാൻ കുറേ ഇൻട്രോ എടുത്തൊന്നും ശരിയായില്ല. അപ്പോൾ എന്താ വണ്ടി കാണിക്കുകയാണ്. GT ഹാൻഡിലോട്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വീടിനകത്ത് വെച്ചുള്ള കുറേ വീഡിയോ അല്ലാതെ പുറത്തോട്ടിറക്കിയൊന്നും കാണിച്ചു തന്നിട്ടില്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ GoPro ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യുന്ന വീഡിയോ കാണാൻ പറ്റില്ല. പിന്നെ കൈ പിടിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് അത് സേഫ്റ്റിയും അല്ല, അത് പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനും പാടില്ല. സോ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അല്ലാതെ തന്നെ കുറേ സ്ഥലത്തൊക്കെ പോകാറുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും വിഷ്വൽസ് കിട്ടാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു GT ഹാൻഡിൽ വെച്ചിട്ടുള്ള കുറച്ച് സേഫ്റ്റി എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടിക്കാനുള്ള സുഖവും അല്ലാതെ ഇത് സേഫ്റ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങുക. നമുക്ക് എന്തായാലും വണ്ടി പുറത്തിറക്കി വെച്ചാൽ കുറച്ചുകൂടെ വെളിച്ചം കിട്ടും. പുറത്തിറക്കി വെച്ചിട്ട് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ വണ്ടി നമ്മൾ തള്ളി ഇതാ കൊണ്ടുപോവാണ്. ഒടുക്കത്തെ വെയിറ്റാണ് വന്ന് എന്താണെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിത് താങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരു രക്ഷയില്ലാത്ത വെയിറ്റാണ്. സ്റ്റാൻഡ് ഇരുന്നോ ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് വരാം. കൈസ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്താൽ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തള്ളി തന്നെ എൻ്റെ ഉപ്പാടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കാറില്ല. വീട്ടിലിങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നതുകൊണ്ട് ഫുഡ് പോലും കഴിക്കാൻ തോന്നാറില്ല. അങ്ങനെ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് ഒന്നും എനിക്ക് താങ്ങുന്നില്ല. പിന്നെ GT ഹാൻഡിലായതിനു ശേഷം നിങ്ങൾക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. പുറത്തോട്ടൊന്നും പോണ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ഹാൻഡിനെ പറ്റി പിന്നെ അല്ലാതെ വണ്ടിയെക്കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും വണ്ടി തിരിച്ച് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് അണലത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി കുറേ ദിവസമായി നിങ്ങൾ കാണിച്ചിട്ട് തോന്നുന്നു. കാരണം ഞാൻ പുറത്തോട്ട് ഇറക്കാറുണ്ടെങ്കിലും GoPro ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാറുമില്ല. അപ്പോൾ എന്തായാലും GT ഹാൻഡിലായതിനു ശേഷം ഭയങ്കര ലുക്കാണ് കാണാൻ. വണ്ടി എവിടെ പോയാലും എല്ലാവരും ചോദിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഓട്ടിക്കാൻ അത്ര സുഖമൊന്നുമില്ല. എന്ന് വെച്ചാൽ കട്ടറിൽ ഓടിക്കിറങ്ങി കഴിഞ്ഞാൽ വണ്ടി ശോകമാണെന്ന് തന്നെ പറയാം. ഹാൻഡിലിന് ഉള്ള ആ ഒരു കറക്റ്റ് എന്ത് കട്ടറിൽ ഇറങ്ങാൻ അതൊക്കെ നമുക്ക് കയ്യിലും ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ഹാൻഡിൽ അത്ര രസമുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഇൻ്റർസെപ്റ്ററിന് അത്ര സുഖമായിട്ട് തോന്നില്ല. കാരണം ഫുഡ് പാക്കൊക്കെ ബാക്കിലോട്ട് ഇരിക്കുന്നില്ലല്ലോ. നമ്മൾ സാധാ ഇൻ്റർസെപ്റ്ററിൻ്റെ ഇതിലല്ലേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര സുഖമായിട്ട് തോന്നില്ല. പക്ഷെ കാണാനും റോഡിൽ കൂടെ പോകാനൊക്കെ കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. പക്ഷെ നമുക്ക് ഓട്ടിക്കേണ്ട ഒരു ഫീല് നല്ല റോഡിൽ കിട്ടുന്നുണ്ട്. ചെറിയൊരു കട്ടർ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് മാറും. കാരണം ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്തായാലും അത് ആണ് കുറച്ച് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഹാൻഡിൽ ഒന്നുകൂടെ ഒരു ലോക്ക് ഇടാറുണ്ട്. ആ ലോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്ക് വരാറുണ്ട്. അപ്പോൾ ആ ലോക്കും കൂടെ ചേർത്ത് ഇനി ഒരു വീഡിയോ എന്തായാലും ചെയ്യും. കാരണം ഇതൊന്നുകൂടെ അഴിച്ചിട്ട് വേണം അത് ചെയ്യാം. അതെന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഞാൻ വണ്ടിയൊന്നും കഴിവാറില്ല. കാരണം ഒരാഴ്ച മുമ്പ് കഴുകി വെച്ചാണ്. പിന്നെ ഞാൻ വണ്ടി കഴുകിയിട്ടൊന്നുമില്ല. പിന്നെ എഞ്ചിൻ്റെ അവിടെയൊക്കെ പിന്നെയും പഴയ ഒരു നമ്മൾ പോളിഷ് ചെയ്ത സംഭവമൊക്കെ പോയിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. അതൊക്കെ ഇനി റെഡിയാക്കണം. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ ഇരുന്ന് ശോകമായതുകൊണ്ടാണ് ഇന്നൊന്നും ചെയ്യാത്തത് തന്നെ. പിന്നെ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചായിട്ടിരുന്നത് ഏകദേശം 202 കിലോമീറ്റർ ഇപ്പോൾ ഫുൾ ടാങ്ക് ഒക്കെ മാറി റിസർവ് ആയിട്ടുണ്ട്. മൈലേജ് എനിക്ക് കിട്ടിയത് എത്ര 20 എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സാധാ ഓട്ടത്തിലാണെങ്കിൽ 5-6 ദിവസം ഇവിടെ കൂടെ കറങ്ങിയപ്പോഴാണ് ഇത്രയും കിലോമീറ്റർ ഓടി ഇത്രയും മൈലേജ് കിട്ടിയതെന്ന് വെച്ചാൽ ഇത്രയും മൈലേജ് എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്ററേ ഓടിയുള്ളൂ. ഏകദേശം ഫുൾ ടാങ്കിൽ നിന്ന് 10-11 ലിറ്റർ അടിച്ചതാണ്. ആ 11 ലിറ്റർ ഒറ്റ അടിക്ക് തീർന്നിട്ടുണ്ട്. മൈലേജ് ആയിട്ടൊന്നും തോന്നുന്നില്ല, കാരണം ഇപ്പോൾ ശോകമായിട്ടിരിക്കുകയാണ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഇതുവരെ 202 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇപ്പോഴേ റിസർവായി. അതാണ് ഈ വണ്ടിയുടെ അവസ്ഥ. വേറെ 200 കിലോമീറ്റർ ഓടിയുള്ളൂ. എന്ന് വെച്ചാൽ 20 മൈലേജാണ് നമുക്ക് 1 ലിറ്ററിന് കിട്ടിയിട്ടുള്ളത്. സബാഷ്, കൊള്ളാം. പിന്നെ പറയാമെന്ന് വെച്ചാൽ ലോങ് ഓടെ അടിപൊളിയാണ്. ഏകദേശം 28-30 കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ഓടിയ സമയത്ത് എനിക്ക് ഒരു 200 കിലോമീറ്ററേ ഈ റിസർവ് വരെ ഓടാൻ പറ്റുള്ളൂ. ഇനി എന്തായാലും അടുത്ത ഫുൾ ടാങ്ക് അടിച്ചിട്ടാലേ അടുത്ത് ഓടാൻ പറ്റൂ. അതാണ് നമ്മളുടെ വണ്ടിയുടെ പവർ. പിന്നെ വണ്ടി സെറ്റാണ്. വണ്ടി പവറായിട്ടാണ് പോകുന്നത്. നമ്മൾ ചെറുതായിട്ട് ചിലപ്പോഴൊക്കെ മാത്രമേ ഒരു 60 പോകാറുള്ളൂ. പിന്നെ എപ്പോഴും പറന്ന് പോകാറുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത്ര മൈലേജ് ലോസ് വരുന്നത്. എന്തായാലും വണ്ടി ഇപ്പം നിലവിൽ ഒരു പ്രശ്നമില്ലാതെ കറക്റ്റ് പക്ക കണ്ടീഷനിൽ ഇരിക്കുകയാണ്. നമ്മൾ കവളും കാര്യങ്ങളൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. കവളൊക്കെ എടുത്ത് റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പം 2 പേരൊക്കെ ഇരുന്ന് പോകുന്നുണ്ട്. കവളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഊരി മാറ്റി. പിന്നെ മിററും കാര്യങ്ങളൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. അതെവിടെയെങ്കിൽ ലോങ് പോകുമ്പോൾ ഞാൻ വയ്ക്കും. പിന്നെ ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഊരി മാറ്റി. ഇതാണ് എൻ്റെ ഒരു സ്വഭാവം. എന്തായാലും ഈ സീറ്റ് കംഫർട്ടാണ്. GTയുടെ സീറ്റ് എന്തായാലും ഇൻ്റർസെപ്റ്റർ ആക്കുന്നവർക്ക് ഈ ടൂറിംഗ് സീറ്റ് പക്ക നൈസാണ്. കാരണം എയർ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ വെള്ളമൊക്കെ പിടിച്ച് സ്റ്റോർ ചെയ്ത് താഴെ കൂടെയൊക്കെ പോകാറുണ്ട്. അങ്ങനത്തെ എന്തൊക്കെ ടൂറിംഗ് സെറ്റപ്പുള്ള സീറ്റാണ് ഈ സാധനം. പക്ഷേ കാണാൻ ലുക്കുണ്ട്. GTയുടെ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൻഡിലും കൂടെ വെച്ചപ്പോൾ നൈസായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ എക്സോസ്റ്റ് മാറ്റാനൊക്കെ പറഞ്ഞാൽ എല്ലാം റെഡിയാവും. ഇതിൻ്റെ വെയിറ്റ് ഇപ്പം താങ്ങാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ കഴിച്ചെങ്ങനെയെങ്കിലും സെറ്റായി എന്തെങ്കിലും ജിമ്മിലെങ്കിലും പോയി സെറ്റാക്കണം. അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് താങ്ങില്ല. ഇപ്പോൾ 220 കിലോ ഉണ്ട്. പിന്നെ ഫുൾ ടാങ്ക് കൂടെ അടിച്ചുകൊണ്ട് കൂടുതലായതെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസമൊക്കെ നല്ല പേടായിരുന്നു സെൻട്രൽ സ്റ്റാൻഡൊക്കെ ഇടാൻ വേണ്ടി.
ഇതിനെ കണ്ടു കഴിഞ്ഞാൽ GT എന്നേ തോന്നുന്നു. ടാങ്കിൻ്റെ ഒരു ഇതൊന്നും തോന്നത്തില്ല, കണ്ടു കഴിഞ്ഞാൽ GT ആണെന്നേ തോന്നുന്നു. എന്തായാലും നിങ്ങൾ അഭിപ്രായം കൂടെ കേട്ടിട്ടായിരിക്കും നമ്മൾ എക്സോസ്റ്റിൻ്റെ കാര്യം തീരുമാനിക്കുക. നിങ്ങൾ കുറേ കമൻറ്റ് ചെയ്തു, നമ്മൾ എന്തായാലും റെഡ് റൂസ്റ്ററാണ് എന്ന് നോക്കി വെച്ചത്. പക്ഷേ നിങ്ങൾ എന്താണ് പറയുന്നത്, അതായത് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യൂ. കാരണം നമ്മളെല്ലാം ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള എന്തായാലും സെറ്റ് ചെയ്യാം. പിന്നെ ബെൻഡ് ടൈപ്പും കൂടെ മാറ്റണമെന്നുണ്ട്. ബെൻഡ് ടൈപ്പ് നമ്മളെ ഒരു സാധനമുണ്ട്, ഒരു അലുമിനിയോ അങ്ങനെ എന്തോ ഒരു സംഭവം, കോപ്പറോ എന്തോ ഒരു സംഭവം ഉണ്ട്. അതും കൂടെ എന്തായാലും സെറ്റ് ചെയ്യണം. അതിനൊരു പേരുണ്ട്, പേര് പറഞ്ഞത്, പേര് അറിയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യും. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും വണ്ടിയിലുള്ളൂ. അപ്പോൾ വണ്ടി സെറ്റാവും. പിന്നെ നമുക്ക് റൈഡിങ് കാര്യങ്ങളൊക്കെ പോകാം. എന്തായാലും ഈ ഹാൻഡിൽ വെച്ച് എന്തായാലും കുറേ ദിവസം ഓടിച്ചിട്ട് മാത്രമേ നമ്മൾ വേറെ എന്തെങ്കിലും ചേഞ്ച് ആക്കണമെങ്കിൽ ചേഞ്ച് ആക്കൂ. കുറേ ടൈപ്പ് ഹാൻഡിലുണ്ട്, ട്രയംഫിൻ്റെ ഹാൻഡിലൊക്കെ ഉണ്ട്. എന്തായാലും ഇനിയുള്ള ഹാൻഡിലെന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്ററും GT-ലോട്ട് മാറ്റാതെ കുറച്ചുകൂടെ പ്രീമിയം ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ ചിലപ്പോൾ വാങ്ങിച്ച് വയ്ക്കാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. പിന്നെ വണ്ടിയൊക്കെ മാരൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്യണവരൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലെ ഒന്നും ബിൽഡ് ചെയ്യാൻ എൻ്റെ ഫണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് രീതിയിലൊക്കെ ചെയ്യാറുള്ളൂ. കോഡ് 6 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും. എന്തായാലും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ എന്തായാലും കുറച്ച് പരിപാടിയൊക്കെ ഒപ്പിക്കേണ്ട പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്തായാലും കമൻറ്റ് ചെയ്യുക, നമുക്ക് അതുപോലെ സെറ്റാക്കാം. പിന്നെ ഇവിടെ ഒരു ലോഗോ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. ഈ ലോഗോയ്ക്ക് 500 രൂപയാണ് ഞാൻ വാങ്ങാത്തത്. ഈ ഒരു ലോഗോയ്ക്ക് 500 രൂപ, എന്താല്ലേ വലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു ലോഗോയ്ക്ക് 500 രൂപ. ഇത് പിന്നെ ഈസി ക്ലച്ച് ആക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് എൻ്റെ ഈ ക്ലച്ച് ഇരിക്കുന്നുണ്ടോ, ഇത്രയ്ക്ക് ഈസിയാണ്. ഈ ഒരു ചെറിയ വിരലിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സ്മൂത്താണ് സാധനം എന്ന് വെച്ചാൽ, അതിന് അത്രയ്ക്ക് എളുപ്പമാണ് ഈ സാധനം കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് SS-ൻ്റെ ബോൾട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊക്കെ തുരുമ്പിച്ചിരിക്കുകയാണ്, അതൊക്കെ മാറ്റണം. എന്തായാലും ഹാൻഡിലൊന്നുകൂടെ ഇളക്കിയിട്ട് ഇതിൻ്റെ അടിയിലൊരു ബോൾട്ടല്ല, ഒരു ലോക്ക് ഇടാറുണ്ട്, അതിടുമ്പോൾ എന്തായാലും ഇതെല്ലാം മാറ്റി സെറ്റ് ചെയ്യാനാണ്. പിന്നെ നമ്മളെ ടാങ്ക് പിന്നെ വെള്ളം ഇറങ്ങും. അത് പിന്നെ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെത്ര പറഞ്ഞാലും അവർ അതൊന്നും ശരിയാക്കാൻ പോകുന്നില്ല. കാരണം അവർ റെട്രോ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയി. എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി, ഒരു ചെറിയ ഹോളാണ് വെള്ളം പോകാൻ കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും അടയും. കാരണം താഴെ കൂടെയാണ് ഇതിൻ്റെ പൈപ്പ് വരുന്നത്, അവിടെ കൂടെ ചെളി കടിക്കുമ്പോൾ എന്തായാലും അടയും. എപ്പോഴും അത് ഒരു ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ റോയൽ എൻഫീൽഡ് അതുപോലത്തെ ഒരു സെറ്റപ്പ് ചെയ്തൊന്നും അതുമില്ല. എന്തായാലും പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യത്തില്ല. ഇവരെന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്തായാലും എൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് എപ്പോഴും വെള്ളം ഇറങ്ങും. ഞാൻ പിന്നെ ഇടക്കിടയ്ക്ക് ഇത് ഊരി ക്ലീൻ ചെയ്യണതാണ്. ഒരിക്കലും ഒരു 1000 രൂപയ്ക്ക് എന്തോ ഫുൾ ടാങ്ക് ഊരി ക്ലീൻ ചെയ്തേ ഉള്ളൂ. അങ്ങനെ കുറേ പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഇപ്പം സത്യം പറഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം. പിന്നെ ചെയിൻ ലൂബൊന്നും അടിച്ചിട്ടില്ല, ചെയിൻ ലൂബൊക്കെ ഇനി വാങ്ങിച്ചടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഇരിക്കണം. ഇനി എന്തായാലും വ്ളോഗ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, വണ്ടിയായിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങുന്ന വീഡിയോ ആണോ അല്ലാത്ത കറങ്ങുന്ന വീഡിയോ എങ്ങനെയാണ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. വണ്ടി മോഡിഫിക്കേഷനായിട്ട് പോകാം. പെട്ടെന്ന് പെട്ടെന്ന് ഡെയിലി മോഡിഫിക്കേഷൻ വീഡിയോ ഇടാനും ഫണ്ടും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ എന്തായാലും കറങ്ങുന്ന വീഡിയോ കൂടുതൽ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ കാണാൻ ആഗ്രഹം, നമുക്ക് അതുപോലെ സെറ്റാക്കാം. വണ്ടിയെക്കുറിച്ച് വേണോ, അതോ വണ്ടി വിട്ടിട്ട് അല്ലാതെ കറങ്ങാൻ പോകണോ, അല്ലാതെ കാറിൻ്റെ വേണോ, എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, നമുക്ക് അതുപോലെ സെറ്റാക്കാം. പക്ഷേ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നവർക്ക് അറിയായിരിക്കും. എന്തായാലും വീട്ടിലിപ്പം വേറെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് കുളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷോക്ക് അടിച്ചിരിക്കുകയാണ്. പിന്നെ ഫുഡൊന്നും കറക്റ്റ് കഴിക്കാനില്ല, വണ്ടി താങ്ങാൻ വയ്യ, അങ്ങനെ കുറേ അവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും നേരെ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ റിപ്ലൈ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇതുണ്ടല്ലോ, നിങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടെങ്കിലും ഇതുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചോ. ഇൻസ്റ്റാഗ്രാം വണ്ടിയെക്കുറിച്ച് എന്ത് വേണോ എന്ന് ചോദിച്ചു, നമ്മൾ അപ്പം തന്നെ ഞാൻ റിപ്ലൈ അടിക്കും, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി എന്താ നിങ്ങൾക്ക് അറിയാനുള്ള വണ്ടിയെക്കുറിച്ചായാലും എന്താ അറിയാനുള്ളത്, എന്തായാലും ഞാൻ റൂമിൽ പോയിട്ട് ബാക്കി ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റർസെപ്റ്ററിൻ്റെ വിശേഷങ്ങൾ. അധികമൊന്നും പറയില്ല, സ്റ്റാർട്ട് ചെയ്തൊന്നും കേൾപ്പിച്ചു തരില്ല. കാരണം എപ്പോഴും ഞാൻ വീടിൻ്റെ അകത്ത് വെച്ചാണ് വണ്ടി കാണിക്കുന്നത്. ഇന്ന് ജസ്റ്റ് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ച് വന്നേ ഉള്ളൂ. വണ്ടി താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്നൊരു പ്ലാൻ ഇട്ടാണ്. നിങ്ങൾ അഭിപ്രായം കൂടെ നോക്കിയിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ കൊടുക്കാൻ പ്ലാനില്ല. കാരണം ഗൈസ് നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമുള്ളതുണ്ടല്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്, അതുകൊണ്ട് എന്തായാലും ഞാൻ കൊടുക്കാൻ പ്ലാനില്ല. എന്തായാലും ഇത് വെച്ച് തന്നെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ, ഇനി എടുക്കുന്നെങ്കിൽ ഇത് വെച്ചിട്ട് വേറൊരു വണ്ടി എടുക്കാൻ പോകുള്ളൂ. ഇതെന്തായാലും കൊടുത്തിട്ട് എന്തായാലും സെറ്റ് ആകാനില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വണ്ടി ലുക്കല്ലേ, 2 സൈലൻസറൊക്കെ ആയിട്ടുള്ള, ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്ത സാധനമാണ്. അതുകൊണ്ട് എന്തായാലും കൊടുക്കാൻ ഒരു പ്ലാനും ഇല്ല. നമ്മൾ അതില്ല, ഇത് വിൽക്കാതെ തന്നെ വേറെ എന്തെങ്കിലും സെറ്റാക്കും. പിന്നെ നമ്മൾ ഡോമിനറും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതിപ്പോൾ എടുക്കാറില്ല. ജോലിക്കൊക്കെ പോകാറുണ്ട്, അതും എടുക്കാറില്ല, അത് ഒരാഴ്ച എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് നിങ്ങൾ പറയുന്ന പോലെ തന്നെ സെറ്റാക്കാം. പച്ച വണ്ടി ഇരിപ്പുണ്ട്. അങ്ങനെ കർഷനകത്തൊക്കെ എടുത്ത് വണ്ടി വയ്ക്കണം, എന്നിട്ട് റൂമിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് നമ്മളെ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി ആക്റ്റീവ് എടുത്ത് പുറത്തോട്ടൊന്ന് പോകണം. ഇതിനും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബെൽറ്റൊക്കെ മാറാൻ സമയം ഏകദേശം 36,000-37,000 കിലോമീറ്റർ. അപ്പോൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറണം, ടയറൊക്കെ മാറണം. ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതൊക്കെ മാറുന്നതായിട്ടുള്ള ചെറിയൊരു വീഡിയോ സെറ്റ് ചെയ്യാം. എന്തായാലും അതൊക്കെ ഓൺ ദ വേ, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുപോലെ തന്നെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിനകത്ത് വെക്കട്ടെ, വണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല, മഴ വരണുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ആക്റ്റീവ് എടുത്തിട്ട് കൂട്ടുകാരുടെ വീട് വരെ പോകുന്നുണ്ട്, അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ എന്തായാലും
ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചു, പിന്നെ ഹാൻഡിനെ കുറിച്ചും കുറച്ച് പറയാമെന്ന് ചോദിച്ചു. അതാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ചോദിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് അടിച്ചോ. പിന്നെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ബൈ. പിന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കമൻറ്റ് ചെയ്തോ, വേറെ ഒന്നും വിചാരിക്കേണ്ട, തെറി വിളിക്കാതിരുന്നത് ബാക്കി എന്തുവാണ് ചെയ്തോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ. ഗൈസ് അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടി എടുത്തതാണ് മൂടി ഇടുകയാണ്. ഇനി എന്തായാലും വൈകുന്നേരം കറക്കമുള്ളൂ. അതുവരേക്കും വണ്ടി മൂടി തന്നെ കിടക്കട്ടെ. ടാറ്റാ.